Hi everyone, welcome back to Kavita's Sugar and Spice. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗണപതിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വീറ്റായ മോദകം. അപ്പം ഈ വരുന്ന തിങ്കളാഴ്ചയാണ് വിനായക ചതുർത്ഥി. അപ്പോൾ വിനായക ചതുർത്ഥിയുടെ സമയത്ത് അത് ട്രഡീഷണലായി ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം മോദകം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ്. എന്നാൽ അതേ സമയത്ത് അത് ട്രഡീഷണലായി ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ കൂടി നിങ്ങളുടെ വീട്ടിൽ സ്കൂളിലോ കോളേജിലൊക്കെ പോണ കുട്ടികളുണ്ടെങ്കിൽ ഈ മോദകങ്ങൾ കുറച്ചെണ്ണം ഉണ്ടാക്കിയിട്ട് ഗണപതിയുടെ മുന്നിൽ വെക്കുകയാണെങ്കിൽ അവരുടെ പഠിപ്പിനൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പം എൻ്റെ മദറിലോ ഒക്കെ പറഞ്ഞു തന്ന പ്രകാരമാണ് ഞാനും അത് ഫോളോ ചെയ്യാറുണ്ട്, ഞാൻ ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പം ഈ മോദകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ നാട്ടിലത്തെ കുഴക്കട്ടയുടെ വേറൊരു വേർഷനാണ്. അതിൻ്റെ ഷേപ്പിന് പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ടെന്ന് മാത്രം. മോദകത്തിനെ പറ്റി മറ്റ് വേറെയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമുക്ക് കുക്കിങ്ങിൻ്റെ ഇടയിൽ കേൾക്കാം. നമുക്കത് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. ആദ്യം നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് പൊടിച്ച ശർക്കര അല്ലെങ്കിൽ ചീകിയ ശർക്കര ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇട്ടിട്ട് അതിനെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ചെറുങ്ങനെ ഉരുക്കി തുടങ്ങിയിട്ടുണ്ട്. വല്ലാതെ ഉരുകിക്കഴിഞ്ഞാൽ അത് കാരമലൈസ്ഡ് ആയി പോവും. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ആകുമ്പോൾ തന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ്, അതും ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിയും പൊടിച്ചതാണ് ഉപയോഗിക്കുന്നത്, അതാദ്യം ഇടാം. എന്നിട്ട് അതിനെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും കണ്ടത് ഉരുക്കി തുടങ്ങി. ഇനി ഞാൻ ഈ അടുപ്പ് ഓഫ് ചെയ്യാണ്. ആ ചൂടിൽ തന്നെ, പാത്രത്തിൻ്റെ ചൂടിൽ തന്നെ അത് മെൽറ്റ് ആയിക്കോളും. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കട്ടിയൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷം ഞാനിതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർക്കുകയാണ്. തേങ്ങ ചേർത്ത് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്യുക. ശർക്കര പാനി ഇതിൻ്റെ തേങ്ങയിൽ എല്ലാ സൈഡിലും കോട്ട് ചെയ്തിട്ടുണ്ടാവണം. ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ്, ഇത് ഓപ്ഷണലാണ്, അതൊന്ന് കൈകൊണ്ട് തന്നെ ഇങ്ങനെ പൊടിച്ചിട്ട് ഞാനൊരു 4-5 എണ്ണമാണ് ഇവിടെ എടുത്തത്. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും അത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിനെ ചൂട് തണിയാനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്കിതിങ്ങനെ മാറ്റി വയ്ക്കാം. നമ്മുടെ മാവ് റെഡിയാക്കാം. നമുക്കിനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് 1 കപ്പ് വെള്ളം തിളപ്പിച്ചെടുക്കണം. ചിലർ മോദകം മഞ്ഞ കളറിലാണ് കേട്ടോ ഉണ്ടാക്കുക, കാരണം ഗണപതിയുടെ ഫേവറേറ്റ് കളറ് മഞ്ഞയായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ഇതിൽ ഒരു തുള്ളി ഫുഡ് കളർ ചേർത്താൽ മതി. ഞാൻ പക്ഷേ വെള്ളയായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കണം. എന്നിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളപ്പിക്കണം. വെള്ളം ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി അടുപ്പ് ഓഫ് ചെയ്ത് വെള്ളത്തിനെ മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ അരിപ്പൊടി ചേർക്കാം. അപ്പം നമ്മളിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അളവൊക്കെ കൃത്യമായിരിക്കണം. അത് ചേർത്തതിന് ശേഷം നമുക്കൊരു സ്പൂണ് വെച്ച് അതിനെ നല്ലോണം മിക്സ് ചെയ്യണം. അപ്പോൾ ആ വെള്ളപ്പറ്റും പൊടിയിൽ മുഴുവൻ ഉണ്ടാവണം. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കില്ലേ, അങ്ങനത്തെ ഒരു വിധത്തിലാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് മൂടി വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ അതിനെ കുഴച്ച് സോഫ്റ്റ് ആക്കാൻ പോണത്. അപ്പോൾ ഈ ഒരു അളവിൽ ഉണ്ടാക്കുമ്പം നമുക്കൊരു ഏകദേശം 14 മോദകങ്ങളോളം കിട്ടും. ശരിക്കും പറയുകയാണെങ്കിൽ ഗണപതിക്ക് നമ്മൾ മോദകം വിനായക ചതുർത്ഥിക്ക് വേണ്ടി വെക്കുമ്പം 21 എണ്ണമാണ് ശരിക്കും വെക്കേണ്ടത്. അതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ 21 എണ്ണം തന്നെ ഉണ്ടാക്കാനുള്ള പ്ലാനാണെങ്കിൽ 1.5 കപ്പ് വെള്ളവും 1.5 കപ്പ് പൊടിയും ആ കണക്കിലെടുത്തിട്ട് ഉണ്ടാക്കിയാൽ കൃത്യമായിരിക്കും. നമുക്ക് ഏതായാലും നമ്മുടെ മാവ് ഇവിടെ ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പം നമുക്ക് ഈ മാവിനെ വേറൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിനെ കുഴച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ചൂടുണ്ടെങ്കിലും നമ്മൾ കുഴച്ചെടുക്കണം, ഇല്ലെങ്കിൽ അത് പരത്താൻ ബുദ്ധിമുട്ടാവും.
അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് മാവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്നെസ് നിലനിൽക്കണമെങ്കിൽ ഇത് മൂടി വെക്കണം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ബോളുകൾ ഇതിൽ നിന്ന് ഓരോ പ്രാവശ്യവും എടുക്കുക, എന്നിട്ട് ഉടനെ തന്നെ അതിനെ അടച്ച് വെക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ബോൾ എടുത്തതിനെ നന്നായി ഉരുട്ടി അത് കയ്യിൽ തന്നെ വെച്ചിട്ട് മെല്ലെ പരത്തി കൊടുക്കണം. ഒരു പൂരിയുടെയൊക്കെ ഒരു വലുപ്പത്തിന് അങ്ങനെ പരത്തി കൊടുക്കണം. അപ്പോൾ കയ്യിൽ വല്ലാതെ ഒട്ടി പശിമയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു തരി അരിപ്പൊടിയോ അല്ലെങ്കിൽ കുറച്ച് എണ്ണയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലൊന്ന് തടവി കൊടുക്കാം. ഒരിത്തിരി മതി, ഏതാ വേണ്ടതെന്ന് വെച്ചാൽ. ഇതങ്ങനെ പരത്തിയതിന് ശേഷം നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ, ഇതിനുള്ളിൽ ഒരു ടീസ്പൂൺ കഷ്ടി, ഒരു 3/4 തൊട്ട് 1 ടീസ്പൂണോളം നമ്മുടെ ഫില്ലിങ്ങില്ലേ അത് അതിനകത്ത് വെച്ച് കൊടുക്കുക. വല്ലാതെ ഓവർ ഫില്ല് ചെയ്യരുത്. അപ്പോൾ പിന്നെ നമ്മളത് എന്താ പറയുക, ചുരുട്ടിയൊക്കെ കഴിയുമ്പോൾ അത് പുറത്തേക്കാവും. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ മെല്ലെ മെല്ലെ അതിൻ്റെ എഡ്ജസ് ഇങ്ങനെ കോണായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം. ഒരു സാരിയുടെ പ്ലീറ്റ്സ് ഒക്കെ ഇടുന്ന അങ്ങനത്തെ ഒരു ഇതിൽ ഇങ്ങനെ ചുരുട്ടി വെക്കുക. ആ ചുരുട്ട് അതിൻ്റെ അടി വരെ ഉണ്ടാവണം, അതാണ് അതിൻ്റെ ഒരു ഭംഗി. എന്നിട്ട് നമ്മൾ നമ്മുടെ പാമിൽ കയ്യിൻ്റെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് അതിനെ മെല്ലെ മെല്ലെ നമ്മളിങ്ങനെ തിരിക്കണതിനോടൊപ്പം തന്നെ അത് ക്ലോസ് ആക്കണം, ഇങ്ങനെ ഒട്ടണം. മനസ്സിലായി? അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ തിരിച്ചെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, അതിൻ്റെ ആ വരകൾ, ആ പ്ലീറ്റ്സ് പോലെ ഇട്ടത് അതിൻ്റെ അടി വരെ നിൽക്കണം. അതാണ് അതിൻ്റെ ഒരു ഭംഗി. ഉദകത്തിൻ്റെ മോൾഡ് ഇല്ലാത്ത സാഹചര്യത്തിൽ കൈകൊണ്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള മെത്തേഡാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി ഞാൻ എപ്പോഴും ചെയ്യണ മെത്തേഡ് എന്താ വെച്ചാൽ, ഈ മോൾഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറ്. അപ്പം നമ്മൾ അതിലേക്ക് ആദ്യം അതിനകത്ത് ഇങ്ങനെ കുറച്ച് എണ്ണ തടവുക. എന്നിട്ട് നമ്മുടെ അടച്ചു വെച്ചിരിക്കുന്ന മാവിന്ന് ഒരു ചെറിയ ഉണ്ടെടുക്കുക. എന്നിട്ട് നമ്മളിത് ആദ്യം അടയ്ക്കും. ഇതിലേക്ക് അടച്ചു വെച്ചിട്ട് നമ്മളൊരു ചെറിയ ഉണ്ട ഇതിനകത്തേക്ക് ഇടുകയാണ്. എന്നിട്ട് നമ്മളിതിൻ്റെ എല്ലാ സൈഡും, അതായത് മോൾഡിൻ്റെ എല്ലാ സൈഡിലേക്ക് അതിനെ ആ ഷേപ്പിലൊന്ന് അമർത്തി കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ സൈഡിലും ഒരേ അളവിൽ ആക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഫില്ലിങ് ഇട്ടിട്ട് പുറത്തേക്ക് എടുക്കുമ്പം അതിൽ ഓട്ടയും. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഫില്ലിങ് ഇതിൽ ചിലപ്പോൾ ഇത് ചെറിയ മോൾഡായ കാരണം ഇതിൽ നമ്മൾ നേരത്തെ ഇട്ട മാനുവലായിട്ട് ചെയ്താൽ ഇതിൻ്റെ അത്ര ചിലപ്പം കൊണ്ടുവന്ന് വരില്ല. ഒരു 3/4 ടീസ്പൂണൊക്കെ കൊള്ളുള്ളൂ. എന്നിട്ട് നമുക്കിതിൻ്റെ അടിഭാഗം ഒരു ചെറിയ ഉണ്ട വെച്ചിട്ട് ഇതുപോലെ തന്നെ സീൽ ചെയ്യണം. അതിന് ശേഷം നമുക്ക് നമ്മുടെ മോൾഡ് മെല്ലെ തുറന്ന് നോക്കാം. ജെൻറ്റിലായിട്ട് തുറക്കുക. അപ്പോൾ നല്ല സുന്ദരി മോദകം റെഡി. ഇങ്ങനെ ഞാൻ ബാക്കി എല്ലാ മോദകങ്ങളും റെഡിയാക്കാം. അതിനുശേഷം നമുക്കിതിനെ സ്റ്റീം ചെയ്യാം. മോദകങ്ങളൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി ഇത് സ്റ്റീം ചെയ്യാനുള്ള ഏർപ്പാടുകൾ നോക്കാം. ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റീം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിൽ ഒരു ബട്ടർ പേപ്പർ വെക്കുന്നുണ്ട്. അതിന് നിർബന്ധമില്ല, പിന്നെ വെള്ളം ഒരുപാട് അതിലേക്ക് ആവണ്ടെന്ന് വെച്ചിട്ടാണ് ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൽ കുറച്ച് എക്സ്ട്രാ എണ്ണ തടവുന്നുണ്ട്. അതും ഓപ്ഷണലാണ്, പക്ഷേ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു എന്ന് മാത്രം. ഇനി നമുക്കിതിലേക്ക് ഓരോരോ മോദകത്തിനായിട്ട് വയ്ക്കാം. നമ്മൾ മോദകം ഉണ്ടാക്കിയിട്ട് ഒരുപാട് നേരം അതിനെ പുറത്ത് വയ്ക്കുന്നതിൻ്റെ മുന്നേ പുറത്ത് വയ്ക്കാതെ കഴിയുന്നതും വേഗം സ്റ്റീം ചെയ്തെടുക്കണം. കാരണം അത് പിന്നെ അവിടെ ഇരുന്ന് വരണ്ട് ക്രാക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് അകലത്തിൽ വെക്കണം കേട്ടോ. ഇതൊക്കെ ആ മോൾഡ് വെച്ചുണ്ടാക്കിയതാണ്. നടുവിൽ എൻ്റെ കൈ കൊണ്ടാക്കിയതുകൊണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. ഇത് നല്ലോണം സ്റ്റീം വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൽ വെക്കാം. എന്നിട്ട് സ്റ്റീം ഒരു മീഡിയത്തിലേക്ക് ആക്കിയിട്ട്
എനിക്കൊരു 10 മിനിറ്റ് ഇതിനെ മൂടി വെച്ച് കുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സ്റ്റീമായി വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ മെല്ലെ പുറത്തേക്ക് എടുക്കാം. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ആ കുറച്ച് എണ്ണ തടവിയ കാരണം അത് നല്ല നീറ്റായിട്ട് പുറത്തേക്ക് വരികയാണ്. നല്ല ചൂടാണ്. ഞാനിപ്പം ഇത് മാറ്റിയ ഉടനെ അടുത്ത ബാച്ച് ഇതിലേക്ക് വയ്ക്കും. ഇതിങ്ങനെ തന്നെയോ അല്ലെങ്കിൽ കുറച്ച് നെയ്യ് ഉരുക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു സോസ് പോലെയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. എന്തു തന്നെയായാലും കുറച്ച് തണിഞ്ഞു കഴിഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ സെർവ് ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് ഏതായാലും ഇതൊന്ന് മുറിച്ച് നോക്കാം. അതിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ട് എന്നൊന്ന് കാണണ്ടേ. അങ്ങനെയാണ് അതിൻ്റെ ഉൾഭാഗം. ഇതിലൊരു കാഷ്യൂ ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇത് വിനായക ചതുർത്ഥിക്ക് മാത്രമല്ല, അല്ലാതെയും ചായക്കൊക്കെ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ്. നല്ലൊരു ആപ്പിറ്റൈസറും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.